എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് MCRPക്കകത്തായിട്ടാണ്. നമുക്ക് MCRPയിൽ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഗൈസ്, ഇന്ന് MCRPക്കകത്ത് നമ്മളുടെ എൻ്റെയും ഫോൾട്ടയുടെ ഒരു സീക്രട്ട് ബേസ് ഉണ്ടായിരുന്നു. അത് ആരോ പൊട്ടിച്ചു. ഓക്കെ, എനിക്ക് ഡൗട്ട് ഉള്ളതെന്ന് പറയുന്നത് ഫൺഡ്രോനെ തന്നെയാണ്, വേറെ ആരെയില്ല. ഫൺഡ്രോണി റിവോൾക്കിനാണ്. ഫൺഡ്രോണി കൂടുതലായിട്ടും ഇതൊക്കെ കണ്ടുപിടിച്ച് പൊട്ടിക്കാൻ ട്രൈ ചെയ്യുന്നതാണ്. നോക്ക്, നമ്മുടെ സീക്രട്ട് ബേസ് ആരോ പൊട്ടിച്ച് തകർമാറാക്കിയിട്ടുണ്ട്. എന്തോ ഒരു സാധനം ആക്കിയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ അതിനേക്കാളും അടിപൊളിയായിട്ടുള്ള വേറൊരു സീക്രട്ട് ബേസ് ഉണ്ടാക്കി. ആ സീക്രട്ട് ബേസിന് കുറച്ച് സാധനങ്ങൾ പണിയാൻ ഇനിയും ഫണ്ട് വേണം ഗേസ്. പിന്നെ നിക്സ് ഫൈറ്റ് നമ്മുടെ കൂടെയുള്ള ആളാണ്, അതൊരു കാര്യം. പക്ഷെ നമ്മൾ നിക്സ് ഫൈറ്റിയുടെ കയ്യിൽ നിന്ന് ഐറ്റംസ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഓക്കെ, നിക്സ് ഫൈറ്റ് നമ്മുടെ കൂടെയുള്ള ആളാണെങ്കിൽ നമ്മൾ നിക്സ് ഫൈറ്റിയുടെ കയ്യിൽ നിന്ന് ഐറ്റംസ് എടുക്കും. എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് ഫില്ല് ചെയ്യാം ഫസ്റ്റ്, എന്നിട്ട് പറയാം അതിനെക്കുറിച്ച്. ഇതൊക്കെ സെർവർ എന്തൊക്കെ ചെയ്യാനുള്ള. ഓക്കെ, എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സീക്രട്ട് ബേസ് കുറച്ചും കൂടെ ഒന്ന് വലുതാക്കണമെന്നുണ്ട്. അപ്പം നമ്മുടെ നിക്സ് വെയിറ്റ് അത്യാവശ്യം റിച്ച് ആണ്, പക്ഷേ അവനിപ്പോൾ സെർവർ ഇല്ല. അപ്പോൾ അവൻ്റെ സാധനം എടുക്കുവാണ്. അപ്പോൾ അതൊരു വിഷയമല്ലല്ലോ. നിക്സ് വെയിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്യാങ്ങിൽ പെട്ട ഒരാളാണ് ഇപ്പം. ഓക്കെ, ഇപ്പം നിക്സ് വെയിറ്റ് നമ്മുടെ ഗ്യാങ്ങിൽ പെട്ട ഒരാളാണ്. ഇതെന്നെ സാധനം. നിക്സ് വെയിറ്റിയുടെ ടെമ്പിളിൻ്റെ പണിയൊക്കെ നല്ലപോലെ നടന്നു പോകുന്നുണ്ട്. നമ്മളിന്ന് അടിച്ചു മാറ്റാൻ പോകുന്നത് ഈ ചന്ദനത്തടിയാണ്. ഇതൊരു ചന്ദനമാണ്, ഇത് ചന്ദനമാണ്. അപ്പം നമ്മൾ ഇന്നത് അടിച്ചു മാറ്റാൻ പോകുന്നത്. ഇത് പല തരത്തിലുള്ള ചന്ദനങ്ങൾ വെച്ചുണ്ടാക്കിയതാണ്. നമുക്ക് എന്തായാലും ഇന്ന് ഇത് അടിച്ചു മാറ്റാം. കാണുമ്പോൾ ആർക്കും മനസ്സിലാവരുത് നമ്മൾ അടിച്ചു മാറ്റിയെന്ന്. ആ ഒരു രീതിയിലാണ് ഞാൻ എടുക്കുന്നത്. ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ട് എടുക്കുന്നുള്ളൂ. ഇപ്പം കണ്ണ മനസ്സിലാവൂ? ഇല്ലല്ലേ? ഓക്കെ, ഇപ്പം കണ്ണ മനസ്സിലാവില്ല. ഇപ്പം നമ്മുടെ ബ്ലാക്ക് മാർക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് കാര്യമായിട്ട് ഇവിടുത്തെ സെല്ല് ചെയ്യാനും പറ്റില്ല ഗീസ്. അതൊരു വിഷയമാണ്. പിന്നെ ഗീസ്, ഈ ടെമ്പിളിൻ്റെ പണി ഓൾമോസ്റ്റ് പൂർത്തിയായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം റൂഫ് ഉണ്ടാക്കിയിട്ടുണ്ട് അവൻ. ഇത്രയും നേരം സെയിം ഡിസൈൻ പോയ ടെമ്പിളിന് ഇതാ റൂഫ് ഉണ്ടാക്കിയിട്ടുണ്ട് 11. ഓക്കെ, ഇതിൻ്റെ മണ്ടയിലോട്ട് ഇനി വേറെ എന്തോ സംഭവമൊക്കെ പണിയുന്നുണ്ട്. ഒക്കെ നമുക്ക് നോക്കാം. വെളിയിലോട്ടുണ്ടാവും. അതിൻ്റെ അകത്തായിട്ട് മാത്രം എന്തിനാണ് റൂഫ് പോണത് എനിക്കറിയത്തില്ല. ഓക്കെ, എന്തായാലും നമ്മൾ ഇച്ചിരി ചന്ദനത്തടി അടിച്ചു മാറ്റിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വില കിട്ടും ഈ ചന്ദനത്തടിക്ക്. അയ്യോ, ഓക്കെ, നല്ലപോലെ വില കിട്ടുന്ന ചന്ദനത്തടിയാണ് വീട്ടിൽ. നമ്മുടെ ആട്ട് ഫുള്ളായിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇനി ഇവിടെ നിന്ന് പോവാം. നമുക്ക് എന്തായാലും ഗേസ്, ഞാൻ നിങ്ങളെ എൻ്റെ സീക്രട്ട് ബേസ് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് അതിൻ്റെ അകത്ത് പോയിട്ട് ഇനി അതിൻ്റെ അകത്ത് എന്തൊക്കെ പണികളാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഗേസ്, ഇതൊരു സീക്രട്ട് ബേസ് മാത്രമല്ല, പിന്നെ നമ്മൾ സിവിൽ വാർ സെർവർ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയൊരു ബങ്കർ കൂടെയാണ് ഈ ഒരു സീക്രട്ട് ബേസ്. ഓക്കെ, ഇവിടെ ഞാനൊരു ചെറിയ റൂം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്കിൻ്റെ പൈസ വേണം ഗേസ്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെടുത്തത്. സോ ഇത് ലോസ്റ്റ് മാർക്കറിനോട് നമുക്ക് പറയാം. എന്തായാലും നമുക്ക് ഇവന്മാരെ ഇവിടെ വെച്ചേക്കാം. ലോസ്റ്റ് മാർക്കറിനോട് പിന്നെ പറഞ്ഞാൽ മതി, വേറെ വിഷയമൊന്നുമില്ല. ഓക്കെ, അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇച്ചിരി കാർപ്പറ്റൊക്കെ വിരിക്കണം. കാരണം ഇതുവഴി ഈ ക്രിസ്റ്റലിൽ കൂടെ നടക്കുമ്പോൾ കാലിൽ എന്തോ കുത്തിക്കയറുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ എൻചാൻറ്റിങ് സ്റ്റേഷനാണിത്. നോക്കി, ഞങ്ങൾ എത്ര പിക്കാക്സ് ഒക്കെയാണ് എൻചാൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു മെയ്സും എൻചാൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ മീറ്റിംഗ് ഹാൾ. ഓക്കെ, ഞാൻ ഇവിടെ പോയിരിക്കും, കാരണം ഞാനാണ് മെയിൻ റോബർ. ഓക്കെ, അതാണ് ഞാൻ ഇവിടെ ഇരിക്കും. വേറെല്ലാവരും ആ താഴെ ഇരിക്കും. എൻ്റെ സിംഹാസനമാണിത്. പിന്നെ ബാക്കിയുള്ളവരെല്ലാം ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കും. ഇതേപോലെ കണ്ടോ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ ഗൈസ്? അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. ബൈ.